കൊച്ചിയിൽ നിന്നും ദാരുണമായ ഒരു വാർത്ത വരികയാണ്. കൊച്ചിയിൽ അമ്മയെ കുത്തിപ്പരിക്കേൽപ്പിച്ച മകൻ. കൊച്ചി കോർപ്പറേഷൻ മുൻ കൌൺസിലർ ഗ്രേസി ജോസഫിനാണ് കുത്തേറ്റത്. കുത്തിയ ശേഷം മകൻ രക്ഷപ്പെട്ടു. മകൻ ഷെറിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിഷ ദിലീപ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഷ, എന്താണ് സംഭവിച്ചത്? നീലിമ, ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. മകനാണ് കുത്തി പരിക്കേറ്റത് കൊച്ചി കോർപ്പറേഷനിലെ മുൻ കൌൺസിലറായ ഗ്രേസി ജോസഫിനാണ്. ഗ്രേസി ജോസഫ് കലൂരിൽ ഒരു കട നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രി 8 മണിയോടെ ഗ്രേസിയുടെ മകൻ ഷെറിൻ ജോസഫ് ഈ കടയിലെത്തി അമ്മയുമായി വാക്കുതർക്കമുണ്ടായി. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് 3 തവണ ഗ്രേസിയെ കുത്തുകയായിരുന്നു. ശരീരത്തിൽ 3 തവണ കുത്തേറ്റ ഗ്രേസിയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഗ്രേസിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ആ സമയത്ത് തന്നെ അമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചതിനു ശേഷം മകൻ ഓടി രക്ഷപ്പെട്ടു. എറണാകുളം ടൗൺ നോർത്ത് പോലീസ് ഈ ഷെറിൻ ജോസഫിനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2015-20 കാലഘട്ടത്തിൽ കത്രിക്കടവ് ഡിവിഷനിൽ നിന്നുള്ള കോൺഗ്രസിന്റെ കൌൺസിലറായിരുന്നു ഗ്രേസി ജോസഫ്. നീലിമ, ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിശദീകരണം എന്താണ് നിഷ? ഇതിന്റെ കാരണം എന്താണെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? നീലിമ, ആ സമയത്ത്, അതായത് കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഉടൻ തന്നെ ഈ ഷെറിൻ ജോസഫ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഷെറിനായി പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഷെറിൻ ലഹരിക്ക് അടിമയാണ്. സ്ഥിരമായി ഇത്തരത്തിൽ അമ്മയുമായി വഴക്ക് കൂടാറുണ്ടായിരുന്നു. ഗ്രേസിയുടെ കടയിൽ ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ഷെറിൻ എത്തുകയും അപ്പോഴും ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്ഥിരമായി ലഹരി ഉപയോഗിക്കാറുള്ള ആളാണ് ഷെറിൻ ജോസഫ്. എന്തായാലും ഗ്രേസി പ്രത്യേകിച്ച് പരാതികളൊന്നും നൽകിയിട്ടില്ല. പോലീസ് കേസെടുത്തിട്ട് ഷെറിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇയാളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ലഹരി ഉപയോഗിച്ചതിനെ തുടർന്ന് തന്നെയാണ് ഇത്തരത്തിൽ അമ്മയുമായി ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ആ അമ്മയെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. നിലിമ, യെസ്, നിഷയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.